കാറ്റ് മാറി വീശുന്നു എന്നാണ് ചോദ്യം. തീർച്ചയായും കാറ്റ് ഒന്ന് മാറി വീശി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് ഉഷ്ണതരംഗത്തിനിടയിൽ ഒരു വേനൽ മഴയ്ക്ക് മുന്നോടിയായി വരുന്നൊരു തണുത്ത കാറ്റ് മാത്രമാണ് ഇപ്പോൾ അടിക്കുന്നത്. അത് ഒരു വേനൽ മഴയാകുമോ, അതല്ല അത് കടുത്ത മൺസൂണായി ഒരു വലിയ പ്രളയമായി മാറുമോ എന്നുള്ളത് നമുക്ക് ജൂൺ മാസം 4-ാം തീയതിക്ക് ശേഷമേ അറിയുകയുള്ളൂ. പക്ഷെ അപ്പോഴും അതൊരു തണുത്ത കാറ്റാണ് എന്ന് പറയാനുള്ള കാരണം തുടർച്ചയായി സുപ്രീം കോടതി വിധികൾ വരുന്നത്, അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങൾ പ്രതികരിക്കുന്നത്, മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിൽ വന്നിരിക്കുന്ന മാറ്റം, ഒപ്പം തന്നെ സാമൂഹിക ശരീരം എന്ന് നമ്മൾ സാധാരണ പറയുന്ന സൊസൈറ്റിയിലെ ബന്ധങ്ങളും പ്രതികരണങ്ങളും പല രീതിയിൽ പ്രതിഫലിക്കുന്നത്, ഇതൊക്കെ തന്നെ ചില സൂചനകൾ നൽകുന്നതാണ്. ഇതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ മാത്രം ഞാൻ എന്തുകൊണ്ടാണ് തണുത്ത കാറ്റ് വീശുന്നു എന്ന് പറയാനുള്ള കാരണം, പല കാരണങ്ങൾ കൊണ്ടും 1978 അനുസ്മരിപ്പിക്കുന്ന ഒരു 77 അനുസ്മരിപ്പിക്കുന്ന ഒരു സാഹചര്യം 2024 പ്രബീർ പുർക്കായസ്ത തന്നെയാണ് അതിനകത്തെ കണക്ഷൻ. പ്രബീർ പുർക്കായസ്ത 48 വർഷങ്ങൾക്ക് മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽ അനുഷ്ഠിച്ചിരുന്നയാളാണ്. അന്ന് അടിയന്തരാവസ്ഥ കാലത്താണ് അവസാനമായി പ്രബീർ പുർക്കായസ്ത എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു പത്രപ്രവർത്തകൻ ജയിൽവാസം അനുഭവിക്കുന്നതെങ്കിൽ, ഇന്ന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മോദിയുടെ കാലത്താണ് വീണ്ടും ജയിലിലേക്ക് പ്രബീർ പുർക്കായസ്ത പോകുന്നത്. അന്ന് അടിയന്തരാവസ്ഥ കാലത്തിനു ശേഷം അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം പോലെ ഈ 2024 സമാനമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെടുന്നുണ്ട്. നമുക്കൊരിക്കലും ഒരുമിച്ച് കൂടുമെന്ന് കരുതാത്ത, കെമിസ്ട്രി അഥവാ രാഷ്ട്രീയ രസതന്ത്രം ഒരിക്കലും ചേർന്ന് നിൽക്കാത്ത കക്ഷികൾ ഒരുമിച്ചു ചേർന്ന് ഒരു ഏകാധിപത്യ ശക്തിയെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ 1978 കണ്ടു, 77 കണ്ടു, ഇത് നമ്മൾ 2024 കാണാൻ പോകുന്നു എന്നുള്ളതാണ് ആ സാഹചര്യത്തിൻ്റെ മാറ്റം. ഇവിടെയാണ് സുപ്രീം കോടതി വിധി വളരെ പ്രസക്തമാകുന്നത്. പക്ഷേ അതിനു മുൻപ് ഞാൻ ഈ 1977 ജൂൺ മാസം 26-ാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ഒബിച്വറി വന്നതിനെക്കുറിച്ച് സാധാരണ ഈ മാധ്യമ ക്ലാസ്സുകളിൽ വിശദീകരിക്കും. അന്ന് അജയ് മഹാദേവ് എന്ന് പറയുന്ന 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 22 വാക്കുകളുള്ള ഒരു ഒബിച്വറി, ഒരു ചരമക്കുറിപ്പ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ പത്രത്തിൽ ഒളിച്ചു കടത്തുന്നുണ്ട്. ആ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ ഒളിച്ചു കടത്തുന്ന ചരമക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഓ ക്രിസി, DEM, ബിലവഡ് ഹസ്ബൻഡ് ഓഫ് ടി റൂത്ത്, ലവിംഗ് ഫാദർ ഓഫ് LA ബട്ടി, ഹോപ്പ് of Faith and Justicia expired on June 26. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജൂൺ മാസം 26-ാം തീയതി ക്രിസി എന്ന് പറയുന്ന DEM ക്രിസി എന്ന് പറയുന്ന LA ബട്ടിയുടെ ഹസ്ബൻഡ്, അച്ഛനും ടി റൂത്തിൻ്റെ ഹസ്ബൻഡും എക്സ്പയർ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു ക്ലർക്കിന് ബോധ്യപ്പെടാതെ പോയതുകൊണ്ട് എഡിറ്ററിൻ്റെ കണ്ണു വെട്ടിച്ച് അന്നത്തെ സെൻസർഷിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട വാചകമാണ് അശോക് മഹാദേവിൻ്റെ. ഈ വാചകം മുന്നോട്ട് വയ്ക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ: ട്രൂത്ത്, ഫെയ്ത്ത്, ജസ്റ്റിസ്. ഇത് എക്സ്പയർ ആയിരിക്കുന്നു എന്നാണ് അശോക് മഹാദേവ് ജനാധിപത്യത്തിൻ്റെ മരണം കുറിച്ചിരിക്കുന്നു എന്നത് അന്നത്തെ ഭരണകൂടത്തിൻ്റെ സെൻസർഷിപ്പിനെ അതിജീവിച്ചുകൊണ്ട് പറയാൻ ശ്രമിച്ചത്. ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് 2024 എന്നതാണ് അടിയന്തരാവസ്ഥയുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന ഘട്ടത്തിലാണ് ഒരു ഇടുത്തി പോലെ വെബ് പോർട്ടലുകൾ വരുന്നത്, അവിടെ സാമൂഹിക മാധ്യമങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. ഇപ്പോൾ രവീഷ് കുമാറിൻ്റെ ഒഫീഷ്യൽസ് എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള യൂട്യൂബ് വരുന്നു, ഒപ്പം തന്നെ സത്യ എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് പോർട്ടൽ വരുന്നു, ന്യൂസ് ക്ലിക്കിനെ പോലെയുള്ള വെബ് പോർട്ടലുകൾ വരുന്നു. ഇതെല്ലാം കൊണ്ടുവരുന്ന ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങൾ വിട്ടുപോയ പ്രധാനപ്പെട്ട വിഷയങ്ങളെ 24/7 തത്സമയ സംപ്രേഷണം കൊടുത്തും അതിനെ വിശകലനം ചെയ്തും സർക്കാരിനെ വിമർശനാത്മകമായി സമീപിച്ചുകൊണ്ടുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കർഷക സമരം വരുമ്പോൾ, പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ സമരങ്ങൾ വരുമ്പോൾ, ഷഹീൻ ബാഗിൽ നിന്നുകൊണ്ട് ന്യൂസ് ക്ലിക്ക് തുടർച്ചയായിട്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സർക്കാർ അസ്വസ്ഥമാവും, രവീഷ് കുമാറിൻ്റെ വാർത്ത വരുമ്പോൾ സർക്കാർ അസ്വസ്ഥമാവും. ഈ മാധ്യമപ്രവർത്തകർക്കൊപ്പം തന്നെ ഇൻ്റലക്ച്വൽസും അഥവാ നമ്മുടെ സമൂഹത്തിൽ പൗരാഭിപ്രായത്തെ രൂപപ്പെടുത്താൻ ശേഷിയുള്ള, ആന്റണിയോ ഗ്രാംഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്ന പാരമ്പര്യ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, ആ ആളുകളെ കൂടി അവരുടെ അഭിപ്രായം കൂടി പൊതുസമൂഹത്തിലേക്ക് ഈ മാധ്യമങ്ങൾ എത്തിക്കുന്നു. ഭീമ കൊറേഗാവ് ഒരു വലിയ വിഷയമായി മാറുന്നത് എന്തുകൊണ്ടാണ്? അതൊരു വലിയ റെസിസ്റ്റൻസ് ആയിട്ടാണ് ഒരു വിഭാഗം ആളുകൾ കാണുന്നത്. പക്ഷേ അതൊരു ദേശദ്രോഹമായിട്ടാണ് ഭരണകൂടം കാണുന്നത്. എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ ഭരണകൂടം പ്രതികരിക്കുന്നവരെ, തങ്ങളെ എതിർക്കുന്നവരെ ജയിൽ അഴിക്കുള്ളിലാക്കാൻ ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് എങ്ങനെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് മിസ എന്ന് പറയുന്നത് ഒരു വലിയ കരിനിയമമായി മാറുന്നത്. ഇന്ദിരാഗാന്ധി മകൻ ഉപയോഗിച്ചിട്ടുണ്ട്, ടാഡ
പോട്ട പിന്നീട് BJP ഗവൺമെന്റ് ഉപയോഗിക്കുന്നുണ്ട്, UAP ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഉപയോഗിച്ചത് എന്താണ്? UAP ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതാണ് സാമ്യം നമ്പർ 3. UAP പോലെ അന്ന് മിസ ആയിരുന്നുവെങ്കിൽ ഇന്ന് UAPയുടെ കരിനിയമങ്ങൾ ഉപയോഗിക്കുന്നു. ആ UAPയിലെ തന്നെ സെക്ഷൻ 43 ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിമാൻഡ് റിപ്പോർട്ട് പോലും, റിമാൻഡ് ആപ്ലിക്കേഷൻ പോലും അറസ്റ്റിലാക്കപ്പെടുന്ന പ്രതി അറിയേണ്ടതില്ല എന്ന ധാരണയിലേക്ക് എത്തുന്നു. രണ്ട് പ്രധാനപ്പെട്ട കരിനിയമങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട സെക്ഷനുകൾ, ഒന്ന് PMLA ആക്ടിന്റെ സെക്ഷൻ 45, UAPയുടെ സെക്ഷൻ 43, ഒപ്പം PMLA ആക്ടിന്റെ സെക്ഷൻ 19(1). ഇതുപ്രകാരം നിങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നിങ്ങളെ അറിയിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ECIR നൽകേണ്ടതില്ല. FIR പോലെ നിങ്ങൾക്ക് ECIR നൽകേണ്ടതില്ല എന്ന പ്രൊവിഷൻ PMLA ആക്ടിൽ ഉള്ളതുപോലെ UAPയിലും അങ്ങനെ ഒരു കരിനിയമം ഉണ്ടാവുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ സാങ്കേതികമെന്ന് നമ്മൾ പറയുമ്പോഴും അറിയാനുള്ള പൗരന്റെ അവകാശത്തെ ഹനിക്കുന്നതാണ് സർക്കാരിൻ്റെ പോലീസിന്, ഡൽഹി പോലീസിൻ്റെ ഈ നടപടി എന്നതാണ് സുപ്രീം കോടതി വിമർശിക്കുന്നത്. അത് ആർട്ടിക്കിൾ 21-ന്റെ, ആർട്ടിക്കിൾ 19-ന്റെ, ആർട്ടിക്കിൾ 22-ന്റെ ലംഘനമാണ് എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ പൗരാവകാശത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വിധി എന്ന നിലയിൽ കൂടിയാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു തണുത്ത കാറ്റ് മാറി വീശുന്നുണ്ട്. അത് മാറി വീശി തുടങ്ങിയത് ഇപ്പോഴല്ല. ഏകദേശം 10 വർഷക്കാലം ജയിലിൽ കിടക്കുന്ന GN സായിബാബ എന്ന് പറയുന്ന ശരീരം കൊണ്ട് പൂർണ്ണചലനശേഷിയില്ലാത്ത ഒരു ഡൽഹി സർവകലാശാലയിലെ അധ്യാപകനെ പുറത്തുവിടുമ്പോൾ 4 വർഷം ജയിലിൽ കിടന്നിട്ട് ഒടുവിൽ ഒരു തെളിവും പോലീസിന് സമർപ്പിക്കാൻ കഴിയാതെ, കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാതെ ഗൗതം നവലേഖ പുറത്തേക്ക് വരുമ്പോൾ, ഇപ്പോൾ പ്രബീർ പുർക്കായസ്ഥ പുറത്തേക്ക് വരുമ്പോൾ 1.5 വർഷം നീണ്ടൊരു കേസിൽ 21 ദിവസം ഈ മനുഷ്യനെ ഇടക്കാല ജാമ്യം നൽകി അയച്ചാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ് അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറക്കുമ്പോൾ 2 വർഷം നീണ്ട കേസിൽ 6 മാസം തടവിൽ കിടന്ന സഞ്ജയ് സിംഗിനെ പുറത്തിറക്കിയാൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ ഉഷ്ണതരംഗത്തിനിടയിൽ വീശുന്ന ഒരു വേനൽ മഴയുടെ തണുത്ത കാറ്റായിട്ട് സുപ്രീം കോടതി വിധിയെ നമുക്ക് കാണേണ്ടി വരും. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ വിധികളെല്ലാം വരുന്നത് ചില പ്രത്യേക ബെഞ്ചുകളിൽ നിന്ന് കൂടിയാണ്. ഈ വിധി വരുന്ന ബെഞ്ചുകളുടെ കാര്യവും നമ്മളിവിടെ പറഞ്ഞു പോകേണ്ടത്. ഇപ്പോൾ DV ചന്ദ്രചൂഡ്, RS ഗവായി തുടങ്ങിയവരുൾപ്പെടുന്ന ബെഞ്ചുകളിൽ നിന്ന് ഭരണകൂട വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ അമിതാധികാര പ്രയോഗത്തിനെതിരായിട്ടുള്ള വിധി പ്രസ്താവങ്ങൾ വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇവിടെയാണ് എക്സിറ്റ് പോളുകൾ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഞാൻ കരുതുന്നു. വിവിധ മാധ്യമങ്ങൾ എക്സിറ്റ് പോളുകൾ നടത്തി കഴിഞ്ഞു. ഓരോ ഘട്ടത്തിലുമുള്ള എക്സിറ്റ് പോളുകൾ അവരുടെ കൈവശമുണ്ട്. ഇനി ജൂൺ മാസം 1-ാം തീയതി സമ്പൂർണ്ണമായിട്ടുള്ള എക്സിറ്റ് പോളുകൾ പുറത്തു വരും. ഓരോ ഘട്ടത്തിലെയും എക്സിറ്റ് പോളുകളുടെ ട്രെൻഡുകൾ യഥാർത്ഥത്തിൽ മീഡിയ മാത്രമല്ല ഇന്റലിജൻസ് ഏജൻസികൾ ഉണ്ടാക്കുന്നുണ്ട്, സമൂഹം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇവയുടെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള മാറ്റത്തിൻ്റെ ചെറിയ കാറ്റടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഭരണകൂട സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് ഏജൻസികൾ മാത്രം സർക്കാരിന് അനുകൂലമായി നിൽക്കുകയും ജുഡീഷ്യറിയും ഫോർത്ത് എസ്റ്റേറ്റ്സും ഇന്നിപ്പോൾ മാറി ചിന്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ. നമ്മളുടെ ഏതൊരു രാഷ്ട്രീയ അധികാരത്തിനും പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ ഒരു സമൂഹ ശരീരത്തെ മെരുക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ സമൂഹ ശരീരത്തെ മെരുക്കിയെടുക്കാൻ കഴിയാതെ അതിന് തടസ്സമായി നിന്ന വിമർശകരെയാണ് ഈ കരിനിയമങ്ങൾ ഉപയോഗിച്ച് ജയിലിനുള്ളിലാക്കിയത്. ആ സാമൂഹിക ശരീരം ഇപ്പോൾ സ്വതന്ത്രമാകുന്നു എന്നതാണ് ആ കാറ്റടിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ 1977 അടിയന്തരാവസ്ഥ അവസാനിക്കുന്ന കാലഘട്ടവും 2024 ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ വരുന്ന പ്രതീക്ഷ നൽകുന്ന സുപ്രീം കോടതി വിധികളും തമ്മിൽ ഏകദേശ സാമ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അത് ഈ ഘട്ടത്തിൽ ഒരു ഉഷ്ണതരംഗ കാലത്ത് നിലനിൽക്കുന്ന വേനൽ മഴയുടെ വരവറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തണുത്ത കാറ്റാണ് എന്നതാണ് എൻ്റെ ടേക്ക്. പക്ഷേ കാറ്റ് മാറി വീശി തുടങ്ങിയിരിക്കുന്നു. അതിന് ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് അരവിന്ദ് കെജ്രിവാൾ വന്നതിന് ശേഷമുള്ള 4-ാം ഘട്ടത്തിൽ ആദ്യ 3 ഘട്ടങ്ങളിലും കാണാത്ത ഒരു വലിയ ആൾക്കൂട്ടം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. 68% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന 3 ഘട്ടങ്ങളും വളരെ നിർണായകമാണ് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് കാറ്റ് മാറി വീശുന്നു എന്ന ചോദ്യത്തിന് കാറ്റ് മാറി വീശുന്നുണ്ട്. അതൊരു തണുത്ത കാറ്റാണ് ഈ ഘട്ടത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.